സുഹൃത്തുക്കളെ, പള്ളി കഴിഞ്ഞ് വന്നപ്പോഴേ ദുഃഖകരമായ ഒരു കാഴ്ചയാണ് കണ്ടത്. നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇത് കണ്ടില്ലേ, നമ്മൾ അക്വപോണിക്സിത്തെ ടാങ്കിൽ നിന്ന് 10 മീനോളം ചത്തുപോയി. ഈ ചോളത്തിൻ്റെ വേര് ഭയങ്കര വേരാട്ടോ. ഇപ്പോഴാണ് മനസ്സിലാകണത്. ഇത് ഒരു പരീക്ഷണാർത്ഥം ഞാൻ നട്ടു നോക്കിയാണ്. 3 മരടായിട്ടുണ്ട്. അത് മൊത്തത്തിൽ ഇങ്ങോട്ട് വേര് ആ മെറ്റലൊക്കെ ഇങ്ങോട്ട് ടൈറ്റാകുന്ന രീതിയിൽ വേരിറങ്ങി ചട്ടിയും ആ PVC പൈപ്പൊക്കെ ബ്ലോക്കായി അമോണിയ വലിച്ചെടുക്കാത്തൊരു പ്രശ്നം വന്നുകൊണ്ടാണ് മൊത്തം ബ്ലോക്കായി. മോട്ടർ വെച്ച ആ എൻഡിലായതുകൊണ്ട് മോട്ടറിൻ്റെ പൈപ്പിലേക്കും ഈ വേരിറങ്ങിയിട്ട് മൊത്തം ബ്ലോക്കായി. നമുക്ക് കണ്ടില്ല. ഞാൻ കഴിഞ്ഞ ആഴ്ച ഇത് പറിച്ചപ്പോൾ ഉടനെ തന്നെ ഈ ചെടി പറിച്ച് ഒഴിവാക്കാൻ മറന്നിരുന്നു. അതിന് മുമ്പ് തന്നെ ഇങ്ങനെ വേരിറങ്ങി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെറിയൊരു ശ്രദ്ധക്കുറവുകൊണ്ട് കുറച്ച് മീനുകൾ നഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചില്ലെങ്കിൽ പ്രശ്നമാണെന്നുള്ള ഇപ്പോഴാണ് പഠിച്ചത്. ഇനി മേലാൽ ഈ സാധനം നടുവില്ല. ഇത് ചോളം അതിന് വേര് കൂടുതലാണ്. വേര് കൂടുതലുള്ള ചെടികൾ നട്ട് കഴിഞ്ഞിട്ട് ആകെ ബ്ലോക്കായി എന്നല്ലാതെ വേറൊരു ഗുണം അതുകൊണ്ടില്ല. പറിക്കാൻ കിട്ടില്ല. കണ്ടോ, ഭയങ്കരമായ വേരിറങ്ങിയിട്ട് ഇതിലേക്ക് വെള്ളം കയറി വെള്ളം ശുദ്ധീകരിക്കാനുള്ളൊരു സാഹചര്യം ഇല്ലാതായി. മൊത്തം ബ്ലോക്കായിട്ടുണ്ട്. കണ്ടോ, അതിൻ്റെ ഉള്ളിൽ വെച്ച നെറ്റ് പോട്ട് അടക്കം ഈ വേര് വന്ന് ബ്ലോക്കായി. ഈ വേര് ഭയങ്കര തിക്കുള്ള വേരായതുകൊണ്ടേ ഈ ചോളം ഈ അക്വപോണിക്സിൽ നടക്കില്ല. എല്ലാ സാധനവും ഉണ്ടാവും, പക്ഷേ വേര് കൂടുതലാണ് ഇതിൽ. ഇപ്പോൾ ക്ലിയറായത്. ഇങ്ങനെ വെള്ളം തടസ്സം വന്നാൽ മീനൊക്കെ ചാവും. കാരണം അമോണിയ കൂടുതലേ. ടാങ്കത്തെ അമോണിയ ചെടി വലിച്ചെടുക്കണില്ലല്ലോ. ഏതായാലും ഇപ്പോൾ കണ്ടത് നന്നായി. കുറച്ചുകൂടി കഴിഞ്ഞിട്ടാണ് കാണണമെങ്കിൽ മീനൊക്കെ ചാവുകയും. കണ്ടില്ലേ, 10ഓളം മീനുകൾ ചത്തുപോയി. നമ്മളെ കമ്പോസ്റ്റ് ബക്കറ്റിലിട്ടാണ്. ഇന്നലെ ഇട്ട ചക്കയാണ് ഇത്. മൊത്തം പോയി. കണ്ടോ, പുഴുക്കളൊക്കെ ഇഷ്ടം പോലെ ആയിക്കണ്. ഈ മീൻ ഇനി ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ മൊത്തം ഒറ്റങ്ങൾ തിന്ന് നശിപ്പിക്കും. ഞാൻ പുതിയക്കിൽ ഇട്ടിട്ട് 5 മിനിറ്റ് ആയിട്ടുള്ളൂ. അവിടെ ചെകളിൻ്റെ ഉള്ളിൽ കൂടെ കയറി ഫുള്ളായിട്ട് നല്ല പണി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കണ്ട വേസ്റ്റുകളൊക്കെ ഒഴിവാക്കാൻ പറ്റിയ സംവിധാനം ഇവിടെ ഉണ്ടായതുകൊണ്ട് ആ ചത്ത മീനിനെ നമുക്ക് കമ്പോസ്റ്റാക്കി മാറ്റാം. ഇതാ ഏകദേശം അത്യാവശ്യം 5-6 ഇഞ്ച് നീളമൊക്കെ ഉള്ള മീനായിരുന്നു. പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പള്ളിയിൽ പോയി വന്നപ്പോൾ അത് കണ്ടത് ഈ ചോളത്തിൻ്റെ വേരുണ്ടല്ലോ, ഞാൻ പറഞ്ഞില്ലേ, അത് ഫുള്ള് ഇതിൽ കടന്ന് ബ്ലോക്കായിട്ട് ഈ ചട്ടി വർക്ക് ചെയ്യുന്നില്ല. ഈ ചട്ടിയിലേക്ക് വെള്ളം കയറുന്നില്ല. അങ്ങനെ ഞാൻ എന്താക്കി, അമോണിയ കൂടിപ്പോയി. അങ്ങനെയാണ് ഈ മീൻ ചത്തത്. അപ്പോൾ അതിനൊരു 5 ഇഞ്ച് കനത്തിൽ വെള്ളം ഞാൻ മുക്കി ഇതാ വായക്കൊക്കെ തേകി ഒഴിവാക്കിയതിന് ശേഷം പുതിയ പൈപ്പ് വെള്ളം കിണർ വെള്ളം നമ്മൾ വീണ്ടും അതിൽ ഫില്ല് ചെയ്യണം. ആകെ 5 ഇഞ്ച് കനത്തിലേ മുക്കി പറഞ്ഞിട്ടുള്ളൂ. ഫുള്ളായിരുന്നു വെള്ളം. മഴയൊക്കെ പെയ്ത് നല്ല ഉസാറായി ഫുള്ളായിരുന്നു. പക്ഷേ ഈ ചെടിച്ചട്ടി ഉണ്ടല്ലോ, ഈ ഒരൊറ്റ ചട്ടി ഈ ചോളം മിഞ്ഞാന്ന് ഞാൻ പറിച്ചിട്ട് കൊടുത്ത് ഒഴിവാക്കിയിട്ടില്ലേനു. അതുകൊണ്ട് സംഭവിച്ച. അപ്പോൾ സുഹൃത്തുക്കളെ, ഈ അക്വപോണിക്സിൻ്റെ ഗുണഫലം അല്ലാതെ ദോഷവശങ്ങളുണ്ട് എന്നുള്ളതാണ് ഈ വീഡിയോയിൽ നിങ്ങളെ കാണിച്ചു തന്നത്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.